ഇനി ആൾക്കാർ വില കൂടുതൽ പറയരുത്. അപ്പോൾ ഒറിജിനൽ മേബാക്കിന്റെ സർവീസ് ചെയ്യണ പൈസ അല്ലേ? അപ്പോൾ ഏകദേശം നമ്മൾ ഓഫർ ആക്കിയിട്ടുണ്ട്. ഇനി അത് ഓഫർ ആക്കുമ്പോൾ ആൾക്കാർ എഴുതും ഇത്രയും ലാഭങ്ങൾക്ക് വണ്ടിമുണ്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇന്നേ ഒരു പ്രത്യേകതരം വീഡിയോ കേട്ടോ. സംഭവം നട്ടപ്പാതിരെ വീഡിയോ ആണ്. നമ്മളെ രാത്രി വീഡിയോസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമുക്കേ ഇതാണ് നമ്മുടെ സഫാരി കാർസിൻ്റെ ഫസ്റ്റ് സ്ഥാപനം. അതായത് ഇപ്പോൾ നമ്മൾ അധികം വീഡിയോസ് ചെയ്യൽ നമ്മുടെ അപ്പുറത്തെ ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ ഇവിടുത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ടാവും. ഇത് നമ്മുടെ ചാനലിലും ഇപ്പോൾ വലിയ വീഡിയോസ് ഈ ഒരു മാസവും കഴിഞ്ഞ മാസമൊക്കെ ആയിട്ട് വളരെ കുറവേനില്ല പോനോ. അപ്പോൾ എന്നാൽ ഞങ്ങൾ കരുതി ഇന്ന് മൊത്തത്തിലൊന്ന് കാണിക്കാം, അപ്പുറത്തും കാണിക്കാം. അതേപോലെ അവിടെ ഒരു സ്പെഷ്യൽ ഡെലിവറി ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാം. മൊത്തത്തിലൊരു വ്ളോഗാട്ടോ. ഒരു വണ്ടിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് വണ്ടീൻ്റെ വിശേഷങ്ങൾ മാത്രമല്ല നമ്മുടെ ചാനലിൽ രസമായിട്ട് അല്ലേ? അതെ, നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ പരാതിയുണ്ട് വീഡിയോസ് കമ്മിയാവുമ്പോൾ വരുന്ന കസ്റ്റമറൊക്കെ പറയുന്നുണ്ട്. ഇനി നമ്മൾ എല്ലാ സംഭവങ്ങളും വ്ളോഗാക്കാൻ പോവാണ്. ഇൻഫർമേറ്റീവ് സംഭവങ്ങളുണ്ടാവും അല്ലേ? നമ്മളെ സ്ഥാപനത്തിൻ്റെ ഉണ്ടാവും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോറൂമിൽ ഇപ്പോൾ ഉള്ളത് ഓൺലി പ്രീമിയം കാറുകളാണ്. ഈ പ്രീമിയം കാറിൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികൾ, അതായത് വലിയ വില കൂടിയ ബെൻസ് BMW ഓടിയല്ല, ഒരു 10-15 ലക്ഷം രൂപേൻ്റെ ഉള്ളിലുള്ള വണ്ടികൾ. ഇവിടെ ഫുള്ള് ഓപ്പറേറ്റ് ചെയ്യല് മോനാണ് അല്ലേ? മോനോ ഇവിടെ മോനെ ഉണ്ടാവല്. അപ്പൊ കംപ്ലൈന്റും പറയുന്നുണ്ട്, എന്താ ഇന്ന വീഡിയോയില് കാണുന്നില്ല, അവരെ വീഡിയോയില് കാണുന്നില്ല എന്നും പറയുന്നുണ്ട്. കാരണം വീഡിയോ ഒക്കെ അവിടുന്നാണ് അധികം ഉണ്ടാവില്ലേ. ഉണ്ടാവില്ലേ? അപ്പൊ മോന് ഇവിടെ ഒറ്റക്ക് പൊട്ടി കാണുന്നില്ല പരാതിയൊക്കെ ഉണ്ട്. അപ്പൊ മോനുവിന്റെ കൂടെ കൂടായിരുന്നു. ഇത് 4ാമത്തെ അനിയനാണ് അഷ്നാസ് മുഹമ്മദ് അല്ലേ? ഞങ്ങൾ മോനുന്നാ വിളിക്കുക, അഷ്നാസ് മുഹമ്മദാണ്. അപ്പൊ ഇജ്ജൊരു കാര്യം ചെയ്യേ, ഇവിടുന്ന് ഡയലി റീലൊക്കെ എടുത്താണ്ട് പേജിലിട്. അപ്പൊ അന്യാണ് കാണും. നാളെ മുതൽ ചെയ്യണം. ഇവിടുത്തെ എല്ലാ വണ്ടിയും ചെയ്യണം. മറ്റേ ഫുള്ള് പഫി അംദാനൊക്കെയാണ് അവിടെ ഉണ്ടായത്. അസിമോനും ഇതേപോലെ മിന്നിയടക്കാണ്. അപ്പൊ നമുക്കേ ഒരു 10-15 ലക്ഷം രൂപേന്റെ ഉള്ളിലുള്ള പ്രീമിയം വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ സ്ക്രീനിൽ ഞാൻ മോനുവിനെ കിട്ടുന്ന നമ്പർ കൊടുക്കുന്നുണ്ട്. 3 നില നമ്പർക്ക് വിളിച്ചാൽ കിട്ടുക. അപ്പൊ ഈ സ്ഥാപനത്തിലത്തെ വണ്ടികൾ ഇനിയിപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസും മോനുവിനെ വിളിച്ചാൽ കിട്ടും. തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ മറ്റേ ഷോറൂം ഉള്ളത്. ഏകദേശം ഒരു 1/4 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് നമ്മളെ സ്ഥാപനം ഉള്ളത്. അപ്പൊ നമുക്കേ പിന്നെ വേറെ കാര്യം ഉണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക കോൺഫിഡൻസ് ആണ് അല്ലേ? നമ്മളെ തുടക്കം ഇവിടുന്നാണ്. 2014 12-ാം മാസം 14-ാം തീയതിയാണ് നമ്മളതിന്റെ ഫസ്റ്റ് ഉദ്ഘാടനം. അപ്പോൾ ഈ ഒരു 12-ാം മാസം 14-ാം തീയതി വരുമ്പോൾ നമുക്ക് 10ാം വാർഷികമാണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു പ്രോഗ്രാമൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ഒരു അടിപൊളി പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കണം കരുതുന്നുണ്ട് അല്ലേ? 10ാം വാർഷികത്തിന് അടിപൊളിയാക്കാം. അപ്പോൾ മോനോ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത് ഇത് സംഭവം വീഡിയോ ലെങ്ത് ആവും കേട്ടോ. സമയം ഇല്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്യാം. കാണാൻ ആഗ്രഹമില്ലവരൊക്കെ ഏകദേശം 10 മണി സമയം 10 മണി കഴിഞ്ഞ് അപ്പുറത്തെ രസം എല്ലാവരും ഉണ്ട്. അവിടെ ചെറിയൊരു ഡെലിവറി ചെയ്താണ്ട് അവിടുന്ന് വിളിച്ചത്. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. ഇതൊരു വ്ളോഗാണ്. ചിലപ്പോൾ വലിച്ചു നീട്ടി ആരും കുറ്റം പറയണ്ട അല്ലേ? എല്ലാം വരും ഇതിൽ, വണ്ടികളും വരും, നമ്മളതൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇവിടെ ആദ്യകാലത്തൊക്കെ BMW, ബെൻസ്, ഓടി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചു വലിയ സംഭവങ്ങളെ അല്ലേ? മോനും ഉണ്ടായില്ലേ? അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഒരു ബെൻസ് ഒക്കെ നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം തന്നെ എപ്പോഴും തുടച്ചിട്ടും. കാരണം ആദ്യം നമ്മൾ ഒരു വണ്ടി, ഒരു ബെൻസ്, ഒരു BMW ഒക്കെ എടുത്തേന് അല്ലേ? നമ്മൾ ഒറ്റടിക്ക് 10 ബെൻസും 11 ബെൻസും കൊടുത്ത് വന്ന ആൾക്കാരല്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ? പ്രീമിയം വണ്ടികളൊക്കെ തന്നെ ഒരുപാട് കമൻറ്റുകൾ കാണുന്നുണ്ട്. അപ്പോൾ കമൻറ്റിൽ ചെറിയ കമൻറ്റുകൾക്കൊക്കെ ഈ വീഡിയോയിൽ മറുപടി ഉണ്ടാവും അല്ലേ? എല്ലാവർക്കും നമുക്ക് ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ റീപ്ലൈ ചെയ്താൽ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ രാത്രി വീഡിയോ എടുക്കണം എന്താ വെച്ചാൽ പകല് നമുക്ക് സമയമില്ല. അപ്പോൾ നമുക്ക് രാത്രി നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് ഞാൻ ഓരോ വൈക്ക് കൂടി പായുവാണ്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേക്കാരും കസ്റ്റമറൊക്കെ വരിക. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് കമ്മിയായത്. ഇനി മുതൽ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രീമിയം കാറൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ വണ്ടികളുണ്ട്. അതിന് നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട് അല്ലേ? അതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം പ്രീമിയം കാറിൽ തന്നെ ഇപ്പോൾ ഏറ്റവും വില കുറഞ്ഞ വണ്ടി ഏതാ? ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു 640 BMW ഉണ്ട്. 6,40,000 നമ്മളിപ്പോൾ BMW ഉണ്ട്. ഈ 640 മുതൽ ഏകദേശം 85 ലക്ഷം രൂപേൻ്റെ വണ്ടി വരെ ഇപ്പം നമ്മളെ സഫാരി കാർസിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഓരോ വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോഴും വില അതിനനുസരിച്ചില്ലേ, ഓരോ വണ്ടിക്ക് അനുസരിച്ച് ആളുകളെ പർപ്പസിനനുസരിച്ചൊക്കെ കാരണം നമ്മൾ വണ്ടി വാങ്ങേണ്ടത്. നിങ്ങൾ വാങ്ങേണ്ടത് നിങ്ങളെ പർപ്പസിനനുസരിച്ചാണ്. ഓരോ വണ്ടിൻ്റെ മോഡല്, കിലോമീറ്റർ, ഓണർഷിപ്പ്, പിന്നെ അതിൻ്റെ വേരിയൻറ്റ്, ഒരുപാട് ഘടകങ്ങൾ അനുസരിച്ചാണ് അതിൻ്റെ വില, പ്രൈസ് കാര്യങ്ങളൊക്കെ വരല്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ കാണിക്കാനുള്ളത് BMW 5 സീരീസ് ഉണ്ട്. അതേപോലെ മെഴ്സിഡീസിൻ്റെ E-ക്ലാസ് ഉണ്ട്. അതേപോലെ BMW 3 സീരീസ് ഉണ്ട്. Audi A4 ഉണ്ട്. C ക്ലാസ് ഉണ്ട്. വീണ്ടും E-ക്ലാസ് ഉണ്ട്. പിന്നെ ML 350 ഉണ്ട്.
റേഞ്ച് റോവർ 2 വണ്ടികൾ ഇവിടെ ഉണ്ട്, ഒരു വണ്ടി അപ്പുറത്തുണ്ട്, ഒരു ML350 റേഞ്ച് റോവറിന്റെ ഇവോക്ക് 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 3 വണ്ടി ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇത് പറഞ്ഞാൽ ഏകദേശം BMW 5 സീരീസിന് ഇത് എത്ര മോഡലാ? ഇത് 2011 മോഡൽ. ഇതിന്റെ പ്രൈസ് എത്ര? ഇത് 9 ലക്ഷം രൂപ. 9 ലക്ഷം രൂപക്ക് ഒരു BMW 5 സീരീസ് ആണ്. അതായത് 2008 വരെ ഓൾഡ് ഷേപ്പ്, ഇതിന്റെ മുന്നത്തെ മോഡൽ വരെ ഓൾഡ് ഷേപ്പാണ്, ഇത് ന്യൂ ഷേപ്പാണ് 2011 വരുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് വണ്ടിക്ക് അന്ന് ഏകദേശം 40 ലക്ഷം രൂപേൻ്റെ മേലെ 50 ലക്ഷം രൂപയോളം വില വന്നിരുന്ന വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ 9 ലക്ഷം രൂപക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പ്രൈസിൽ BMW 5 സീരീസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഉപയോഗിക്കുമ്പോൾ ബെനിഫിറ്റ് ആണ്. അന്ന് 40 ലക്ഷം റുപ്യക്ക് എടുത്ത ആൾക്ക് കിട്ടിയ അതേ കംഫർട്ടും ഇത് ഇപ്പോൾ ലക്ഷം റുപ്യക്ക് എടുത്ത ആൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അന്ന് 40 ലക്ഷത്തിന് എടുത്ത ആൾക്ക് വന്ന അതേ മെയിൻ്റെനൻസ് തന്നെ 9 ലക്ഷത്തിന് എടുക്കുന്ന ആൾക്ക് മെയിൻ്റെനൻസ് വരും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ട് നമ്മളെ കമന്റ് ബോക്സിലുണ്ട് സഫാരി കാർസിൽ ഇപ്പോൾ വില കൂടുതലാണ്. കാരണം എന്താ, നമ്മൾ കാണിക്കുന്നത് മൊത്തം 70 ലക്ഷം 60 ലക്ഷം 50 ലക്ഷം 40 ലക്ഷത്തിന്റെ വണ്ടികളാണ്. അത് വില കൂടുതലല്ല, അത് ആ മോഡലില് അത്ര ഇപ്പോൾ 1,30 ലക്ഷം വില വന്നിരുന്ന വണ്ടി വെറും 15,000 കിലോമീറ്റർ ഓടിയ വണ്ടി, 2 വർഷം പഴക്കമുള്ള വണ്ടി. അപ്പോൾ അതിന് അത്ര മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് അത് വില കൂടുതലായിട്ട് തോന്നുന്നു. ചെറുവണ്ടി ഉണ്ട്. അപ്പൊ ഇവിടെ വീഡിയോ എടുക്കാത്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഇത് കാണിക്കാം. ഇനി ആൾക്കാർ വില കൂടുതലെന്ന് പറയരുത്. കാരണം നമ്മളെ കസ്റ്റമേഴ്സ്, നമ്മളെ സബ്സ്ക്രൈബേഴ്സ്, നമ്മളെ വ്യൂവേഴ്സ് അവർക്കും പാടെ ഉൾപ്പെട്ട് നമുക്ക് ഒരിക്കലും ഒരു ദോഷം വരാത്ത രീതിയിലാണ് നമ്മളും ചെയ്തു പോണത്. അപ്പൊ എല്ലാ രീതിയിലുള്ള വണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കില്ല. അപ്പൊ BMW 5 സീരീസ് 9 ലക്ഷം രൂപ. ഇത് ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. നിങ്ങൾക്ക് NOC എടുത്ത് തരാൻ പറ്റിയ വണ്ടിയാണ്. ഇത് 2011 ആകുമ്പോൾ വലിയൊരു പ്രൈസ് ഒന്നും നിങ്ങൾക്ക് കേരള രജിസ്ട്രേഷൻ ചെയ്യാൻ വരൂല. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. അതായത് അടുത്തത് നിങ്ങൾക്ക് കാണിക്കാനുള്ളത് മെർസിഡീസ് ബെൻസിൽ തന്നെ ഒരു അത്യാവശ്യം ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു മോഡലാണ് GLA 200. ഇത് എത്ര മോഡലാ? 2015 മോഡൽ 66,000 ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. കിലോമീറ്റർ കമ്മിയുള്ള വണ്ടിയാണ്. 66,000 ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള GLA 200. ഇതിന്റെ പ്രൈസ് പറഞ്ഞാൽ 16,90 കൊടുക്കാം. 16,90,000 രൂപക്ക് GLA 200 പ്രത്യേകത ഉണ്ട്. ഇത് ന്യൂ ഷേപ്പാണ് വരിക. നല്ല മൈലേജും ഉണ്ട്. നല്ല എൻക്വയറി ഉള്ള മോഡലാണ്. ഒരു ഹാഷ് ബാക്ക് വരുന്ന ഏതൊരാൾക്കും ഒരു SUV ഫീലിൽ ഉപയോഗിക്കാൻ പറ്റിയ, മെയിൻ്റെനൻസ് കമ്മിയില്ല, മൈലേജ് കൂടുതലുള്ള ഒരു മോഡലാണ് GLA 200. അപ്പൊ ഇത് വീഡിയോ എടുക്കുമ്പോൾ പറയില്ലേ മെയിൻ്റെനൻസ് കുറവും അത്യാവശ്യം നല്ല മൈലേജിലും ഒരു വാഹനം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ചോയ്സ് ആണ് GLA 200. എന്താണോ ഒരു റീല് പോകാൻ GLA 200 ചെയ്തിരിക്കണം. അപ്പൊ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുകയാണ്. അത് കാണാതെ പഠിച്ചാ അത് അന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ മനസ്സിൽ വരൂല്ലേ. ഇത് ML 350 2012. ഇത് അഡ്വാൻസ് ആയോ? ഇല്ല. സംസാരം നടക്കുന്നുണ്ട്, കൊടുത്തിട്ടില്ല. എത്ര മോഡൽ ഇതിന്റെ പ്രൈസ് പറഞ്ഞു കൊടുക്കും. ഇത് നമുക്കൊരു 14,90,000 രൂപ. 14,90,000 രൂപക്ക് ML 350. ഇതേ ഷേപ്പിൽ തന്നെ ചെറിയ വ്യത്യാസത്തിൽ വരുന്ന സാധനമാണ് GLE. അപ്പൊ അതിപ്പോ നമ്മൾ അപ്പുറത്തെ ഒരു വണ്ടി GLE കാണിക്കുമ്പോ ഏകദേശം നമ്മൾ എത്ര വില വരും? 45 ലക്ഷം. മറ്റേത് GLE കൂപ്പയാണ്. ഇതേ മോഡൽ വണ്ടി വരുമ്പോൾ 45-50 ലക്ഷം ഒക്കെ ചോദിക്കും. അപ്പൊ ആൾക്കാർ എഴുതും 15 ലക്ഷത്തിന് ഇതുണ്ട്, അതിന് 45-50 ലക്ഷം. ഈ തന്നെ 12 തന്നെ നമുക്ക് 12,90,000 വണ്ടി ഉണ്ട്. അപ്പൊ അതും കാണിക്കാം നമുക്ക്. അപ്പൊ ഇത് പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ. അപ്പൊ ആ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ നല്ല ഓഫറാണ്. ഇതിന്റെ പ്രൈസ് പറഞ്ഞു കൊടുക്ക്. 14,90,000. 14,90,000 നിങ്ങൾക്ക് ഈ പൈസ. നമ്മൾ 15 പറഞ്ഞല്ലേ, 10 രൂപ വെച്ച് കുറച്ചു 14,90,000 ഫൈനല്. അപ്പോൾ ആ ഒരു പ്രൈസിൽ ML 350. അപ്പോൾ വണ്ടി നമ്മൾ ഇങ്ങനെ മാക്സിമം ഇതിൽ കാണിക്കാൻ നോക്കട്ടോ. അടുത്തതായി റേഞ്ച് റോവർ ഇവോക്ക്. അതായത് 13 മോഡൽ. ഒരു മിനിമം റേഞ്ചിലുള്ള ആളുകൾക്ക് പറ്റിയ ഇവോക്കാണ്. ഇത് നമുക്കൊരു 24,90,000 രൂപക്ക് ഇവോക്ക്. അതേപോലെ അടുത്ത ഇവോക്ക്. ഇത് 2016 മോഡൽ 17 രജിസ്ട്രേഷൻ. വെറും 24,000 കിലോമീറ്റർ. അപ്പൊ ലോ കിലോമീറ്ററിൽ ഇവോക്ക് ആഗ്രഹിക്കുന്നവർക്ക് പറ്റും. 29,90,000 രൂപ കൊടുക്കാൻ വിത്ത് NOC. 29,90,000 ലോ കിലോമീറ്ററിലുള്ള റേഞ്ച് റോവർ
ഇവോക്ക് ഡൈനാമിക് അതായത് ഫുൾ ഓപ്ഷൻ മോഡലാണ് ഡൈനാമിക്. ഇപ്പോൾ ഓരോ വണ്ടിൻ്റെ ഓരോ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തില്ല അല്ലേ. അപ്പം നേരം വെളുക്കും വീഡിയോ നമ്മൾ ഓരോ വീഡിയോയിലും ഓരോ വണ്ടിൻ്റെ പറയലുണ്ട് അല്ലേ മോനോ. ഇത് BMW 3 സീരീസ് ആ മോഡലും ഡീറ്റെയിൽസും പറഞ്ഞോ. 3 സീരീസ് 2013 മോഡൽ ന്യൂ ഷേപ്പ് അത്യാവശ്യം മൈലേജും മെയിൻ്റെനൻസ് ഒക്കെ കമ്മിയിലെ BMW 3 സീരീസിലെ ന്യൂ ഷേപ്പ് കേട്ടോ. 11-ന് 12-ന് ശേഷം വന്ന വണ്ടി നമുക്ക് 10.5 ലക്ഷം രൂപ കൊടുക്കും. 10,50,000 രൂപക്ക്. അതായത് ഇത് ഓഫർ പ്രൈസ് ആണ്, പക്ഷേ സൺറൂഫ് വരാത്ത മോഡലാണ്. കിലോമീറ്ററും കുറവാ. എത്ര കിലോമീറ്റർ? അതായത് കിലോമീറ്റർ കമ്മിയാണ് അല്ലേ. 60,000 കിലോമീറ്റർ പറഞ്ഞാൽ ശരിക്കും 2013 വണ്ടിനെ സംബന്ധിച്ച് ലോ കിലോമീറ്റർ തന്നെ പറയാം. ഡീസൽ എഞ്ചിനാണ്, നല്ല മൈലേജ് ഉണ്ടാവും. കാരണം ഈ വണ്ടിനെ പറ്റി പറയാനുണ്ടായ കാരണം ഞാൻ ഏകദേശം 1 വർഷത്തോളം ഈ വണ്ടിയല്ല ഇതിൻ്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി നമ്മൾ ഉപയോഗിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ഞാൻ അത്യാവശ്യം കിലോമീറ്റർ ഓടിയ ഉപയോഗിച്ചൊരു മോഡൽ തന്നെയാണ്. അപ്പോൾ ഇത് ചെറിയൊരു പ്രൈസിൽ BMW പുതിയ മോഡൽ വണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ Audi A4 ഒറിജിനൽ കേരള വണ്ടി 2013 മോഡൽ, സൺറൂഫ് വരാത്ത മോഡൽ നമുക്ക് 13.75 കൊടുക്കാം. കിലോമീറ്റർ കമ്മിയാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്, 13 മോഡലും ഉണ്ട്. അതേപോലെ മെഴ്സിഡീസിന്റെ C ക്ലാസ്സും ഉണ്ട്, E ക്ലാസ്സും ഉണ്ട്. രണ്ടിന്റെ പ്രൈസ് പറഞ്ഞു. ഇത് പ്രൈസ് നമുക്ക് 9.80 കൊടുക്കാം. 9,80,000 രൂപക്ക്. അതായത് 11-ന് ശേഷം വന്ന ന്യൂ ഷേപ്പ് ഒറിജിനൽ കേരള മലപ്പുറം രജിസ്ട്രേഷനിലെ വണ്ടി. അതേപോലെ ഈ ക്ലാസ്സിന് എത്ര? 2010 മോഡൽ നമുക്ക് 9.80 കൊടുക്കാം. അതായത് ഒറിജിനൽ കേരളയാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇത് നമ്മൾ അതർ സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു 5, 5.5, 6 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ ഈ മോഡൽ ഈ ക്ലാസ് നമ്മൾ കൊടുക്കലുണ്ട്. അതേപോലെ ഒരു SUV മെഴ്സിഡീസിന് കൊലകൊമ്പമാണെന്നുള്ള ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചത് ML 350ൻ്റെ ന്യൂ ഷേപ്പ് വണ്ടി. ഈ വണ്ടി ഒന്ന് കാണിക്കുക. ഈ വണ്ടി ഇതേ സാധനം ഇതേ മോഡലിൽ വരുന്ന വണ്ടിയാണ് ഈ ഒരു വാഹനം. ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതായത് എല്ലാ ഓപ്ഷൻസും വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ. ഇത് ഒരു നമുക്ക് എത്ര പ്രൈസ് പറഞ്ഞാൽ ഇതൊരു ഓഫറാക്കി കൊടുക്കുകയാണ്. അതായത് ഒരു 10,90,000 രൂപക്ക് ഫൈനൽ പ്രൈസ് അല്ലേ. 12,90,000 അല്ലേ. ഇന്ന് ഓഫറാക്കി ഏകദേശം 10,90,000 ഓഫറായി. അപ്പോൾ ധൈര്യമായിട്ട് വന്ന് എടുത്തോളി, കിട്ടണമെങ്കിൽ കിട്ടും. അതായത് ഹെഡ്ലൈറ്റ് ഒക്കെ, അതായത് ഇത് ഒറിജിനൽ ഹെഡ്ലൈറ്റ് തന്നെ 2012 വന്ന് മങ്ങിയിട്ട് പുതിയത് മാറിയതാണ്. 2 ഹെഡ്ലൈറ്റ് പുതിയത് മാറിയതാണ്. കാണാൻ നല്ല ഷേപ്പ് ഉണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അത്യാവശ്യം എല്ലാ ഓപ്ഷൻസും വരുന്നതാണ്. അതായത് ഈ ഒരു ബഡ്ജറ്റിൽ എടുത്ത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടും ഒരു ബെനിഫിറ്റാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതുണ്ടോ സൺറൂഫ് കാര്യങ്ങൾ. അതേപോലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ML 350 ആട്ടോ. V6 ഇഞ്ചാണ് അതിൽ വരിക. ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ മാരക പവറാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഓഫറാക്കിയിട്ടുണ്ട്. ഇനി അത് ഓഫറാക്കുമ്പോൾ ആൾക്കാർ എഴുതും ഇത്രയും ലാഭങ്ങൾക്ക് വണ്ടിയുണ്ടോ. അപ്പോൾ അത് സംഭവം അതല്ല. ചില വണ്ടിയിൽ നമ്മളെ മുന്നേ വീഡിയോ ചോദിച്ചു, വീഡിയോയിൽ നമ്മൾ വില പറയും. അപ്പോൾ 1290 മോന് ചോദിച്ചതിന് വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി കസ്റ്റമർ പാർക്കാൻ സെയിൽ വണ്ടിയാണ്. അപ്പോൾ കസ്റ്റമർ കൊടുന്ന് നിർത്തുമ്പോൾ ഒരു വില പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവരിൽ നിന്ന് നമുക്കൊരു ഓഫർ വരുന്നതാണ് അല്ലേ. അപ്പോൾ അവർ വില ഉറക്കുമ്പോൾ നമ്മൾ വില ഉറച്ചിട്ട് ഇങ്ങോട്ട് ചോദിക്കും. അതായത് ഒറ്റയ്ക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വില ഉറക്കുമ്പോൾ അത് അത്രയും ലാഭം ഉണ്ടോ എന്നൊന്നും ചോദിക്കരുത്. കാരണം അത് അങ്ങനത്തെ ഒരു ബിസിനസ് ആകുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചില വണ്ടി നമുക്ക് 2, 3, 4 മാസം നിൽക്കാതെ കടന്നാൽ നമ്മൾ നഷ്ടത്തിലും ഓഫർ ഇടലും. അതൊക്കെ നമ്മളെ കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ ചെയ്യും. അപ്പോൾ ഇനി മോനോ ഇവിടെ ഇതാണ് നമ്മൾ ഈ ക്ലാസ് കിടുക്കാച്ചി വണ്ടിയാണ്. ഒരു രക്ഷയില്ല. നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോളൂ. കാരണം 12,500 കിലോമീറ്റർ ഞാൻ നിൽക്കാതെ സഞ്ചരിച്ച വണ്ടിയാണ്. 80,000 കിലോമീറ്റർ നല്ല ബോഡി ലൈനിങ് ഇല്ലേ, ഇൻറ്റീരിയർ ക്വാളിറ്റി ഇല്ലേ, സിംഗിൾ ഓണർഷിപ്പിലുള്ള കറക്റ്റ് സർവീസ് ഇല്ലേ, 80,000 കിലോമീറ്റർ ഓടിയ ഈ 250. ഈ ക്ലാസ്സിൽ തന്നെ 200, 220, 250, 350 ഒക്കെ വരുന്നുണ്ട്. അതിൽ 250 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ഷോറൂം പോയാലോ. അതായത് ഇവിടെ നമ്മളെ ചിത്രം ഉണ്ടായിരുന്നു. ഈ ചിത്രം കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു അപ്ഡേഷൻ തരാം. കാരണം എല്ലാ അപ്ഡേഷനും കൂടെ പറഞ്ഞിട്ടില്ല ഈ പ്രശ്നങ്ങളാണ് അല്ലേ. നമ്മൾ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഈ ചിത്രം നമ്മൾ മായ്ച്ചിട്ട് ഇനി പുതിയത് ചിത്രം വരക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ ചിത്രം എല്ലാവരും വന്ന് കണ്ടു, വീഡിയോസൊക്കെ എടുത്തു. ഇനി ഇവിടെ നമുക്ക് ഈ വാളിൽ നല്ല അടിപൊളി ചിത്രം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്ന ആൾക്കാർ ഫസ്റ്റ് ലൊക്കേഷൻ ഇട്ട് വരുമ്പോൾ ഇവിടെ വരിക, ഇതാ കാണിക്കുക. അപ്പോൾ ലൊക്കേഷനിൽ നിങ്ങൾ സഫാരി കാർസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ 2 ലൊക്കേഷൻ കാണിക്കും. നമുക്കിപ്പോൾ കരുവാരക്കുണ്ട് മാത്രമേ ഷോറൂം ഉള്ളൂ, വേറെ എവിടേക്കും നിങ്ങൾ പോകണ്ട അല്ലേ. സഫാരി കാർസ് പറഞ്ഞിട്ട് പല നമ്പറും പല ലൊക്കേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വരുന്ന ആൾക്കാർ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് അല്ലേ. സഫാരി കാർസ് മലപ്പുറം കരുവാരമുണ്ട്, കൊടുങ്ങല്ലൂർ കരുവാരമുണ്ടും ഉണ്ട്,
അങ്ങനെയൊക്കെ കസ്റ്റമർ അനുഭവം പറയലുണ്ട്. കരുവാരകുണ്ട് ലൊക്കേഷൻ ഇടുമ്പോൾ ചിലപ്പോൾ ആ റൂട്ടിൽ നിന്ന് അങ്ങോട്ടും കാണിക്കും. അപ്പോൾ മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോറൂം ആദ്യമായിട്ട് കാണുന്നത്. 30 കിലോമീറ്റർ, പെരിന്തൽമണ്ണ 30 കിലോമീറ്റർ, മഞ്ചേരിയിൽ നിന്ന് 25 കിലോമീറ്റർ, മഞ്ചേരിയിൽ നിന്ന് 27 കിലോമീറ്റർ, ഒക്കത്തിന്റെ സെന്ററാണ്. മണ്ണാർക്കാട്ടിൽ നിന്ന് 30 കിലോമീറ്റർ. ഓക്കെ. അതേപോലെ വണ്ടൂർ അരീക്കോട് പറയുകയാണെങ്കിലും ഏകദേശം ഒരു 35-40 കിലോമീറ്റർ അരീക്കോട്ടൊക്കെ അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ കട അടച്ചോ. ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു, നമ്മൾ നേരെ അപ്പുറത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമ്മളേ ടൊയോട്ട പ്രാഡോ ആയിട്ടാണ് പോണത്. ഈ പ്രാഡോ ശരിക്ക് ലാൻഡ് ക്രൂയിസർ പ്രാഡോ അപ്പുറത്ത് കയറിക്കോ. ബാബാ ഇത് വ്ളോഗാണ്, ഇത് സംഭവം ഒന്നും നോക്കണ്ട. ഇതിൽ ക്ലിയറും ചൊറുക്കൊന്നും നോക്കണ്ട വീഡിയോയിൽ. കാരണം നമ്മളെ ക്യാമറ ടീമിന് ഓൾക്ക് കുറച്ച് വസ്വാസ് കൂടുതലാണ്. ഓൾക്ക് അങ്ങനെ ലൈറ്റ് വേണം, ഇങ്ങനെ ലൈറ്റ് വേണം, ചൊറുക്ക് വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളത്തെ ലൈറ്റ് കത്തുന്നില്ല ഗെയ്സ്. അപ്പോൾ നമുക്ക് ഇത് ടൊയോട്ടോ ലാൻഡ് ക്രൂയിസർ പ്രാഡോ 1998 മോഡലാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇത് നമ്മൾ സാധാ വണ്ടി ഉപയോഗിക്കണം, ആരും ഉപയോഗിക്കാൻ പറ്റില്ല. ആദ്യം വണ്ടി ഹീറ്റ് ആക്കണം. ഇവിടെ ഉണ്ടോ ഈ ഒരു സ്പ്രിങ് വരും, ഇതുണ്ടോ ഇവിടെ ഒരു സ്പ്രിങ്, ഒരു മഞ്ഞ സ്പ്രിങ്, അത് പോയി. ഇനി ഒന്ന് മറ കാണിക്കാം. ഇതുണ്ടോ അത് 2-3 പ്രാവശ്യം വന്ന് പോകണം അല്ലേ. ആ സിഗ്നൽ വന്ന് കെട്ടതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വണ്ടി ഹീറ്റ് ആക്കണം. ഇതാണ്ടോ തൊട്ട സ്റ്റാർട്ടിങ്ങാണ്. ടൊയോട്ടൻ്റെ പവറാണ് മക്കളെ ഈ കാണുന്നത്. അതായത് 98 മോഡൽ പ്രാഡോ. ഈ 98 മോഡൽ പ്രാഡോ, ഈ പ്രാഡോയിൽ തന്നെ ഇത് മാനുവൽ ട്രാൻസ്മിഷനാണ്. സൺറൂഫും ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരാത്ത ഒരു നോർമൽ വേരിയൻറ്റ്. ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടി അതാണ്ടോ, 4 വീൽ ഡ്രൈവ് വരുന്ന വണ്ടി. എന്തോ ഈ വണ്ടിൻ്റെ 98 മോഡലായിട്ട് പോലും ഈ ഒരു വണ്ടിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് ഓടിക്കാനാണെങ്കിലും കാണാനുള്ള ലുക്കിലാണെങ്കിലും. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഷോറൂമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ കേസില്ല നമുക്ക് അവിടുന്ന് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വണ്ടിനെ പറ്റി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിംഗിൾ റിവ്യൂ തന്നെ നമുക്ക് ചെയ്യാം. ഈ വണ്ടിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉണ്ട്. ലാൻഡ് ക്രൂയിസർ പ്രാഡോൻ്റെ ഒക്കെ ഈ ഒരു ടൈപ്പിലേ ക്ലാസിക് ഇനത്തിലൊക്കെ വരുന്ന വണ്ടിൻ്റെ ഭ്രാന്തന്മാർ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിൻ്റെ ഒരു റിവ്യൂ തന്നെ ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോഴത്തെ ഷോറൂമിലെത്തി. ഇവിടെ നമുക്ക് അവിടുത്തെ പോലെയല്ല, നല്ല സ്പേസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 10-75ഓളം വണ്ടികൾ നമുക്കിവിടെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം, പറ്റാവുന്ന വണ്ടികളുടെ വിലയും ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്താം. അതേപോലെ നമ്മൾ ഇവിടുത്തെ ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം അല്ലേ. ഏട്ടാ എന്താ വർത്താനം? ഇത് നമ്മളെ ഏട്ടൻ, അതായത് രാത്രി കാലങ്ങളിൽ നമ്മളെ സഫാരി കാർസിൻ്റെ എല്ലാമാണ്. ഏട്ടൻ്റെ പേരെന്ന് പറഞ്ഞു കൊടുക്കി. എൻ്റെ പേര് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ ഏട്ടൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് അല്ലേ, ചുങ്കത്താണ്. അപ്പോൾ രാത്രി കാലഘട്ടത്തിൽ ആരും പെട്ടെന്ന് വണ്ടി വെക്കാൻ വരണ്ട, ഏട്ടൻ ഇവിടെ ഉണ്ടാവും, ചവിട്ടി പിടിച്ച് പുറത്തേക്ക് ഇടും അല്ലേ. അതായത് കട ക്ലോസ് ചെയ്ത ശേഷം നമ്മൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. കാരണം നമ്മളൊരു ഓപ്പൺ സ്പേസിലുള്ളൊരു ഷോറൂമാണല്ലോ, ഒരു വെറൈറ്റി. അപ്പോൾ ആളുകൾക്ക് കയറാനും. അപ്പോൾ ഏട്ടൻ ഇവിടെ ഉണ്ടാവും, ഏട്ടൻ്റെ സമ്മതം വാങ്ങിയിട്ട് ഏട്ടൻ്റെ കൂടെ നിങ്ങൾക്ക് കയറാം അല്ലേ, തീർച്ചയായിട്ടും. അപ്പോൾ അത് നമ്മളെ ഏട്ടനാണ്. ഏട്ടൻ നമ്മളെ സഫാരി കാർസിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഫുൾ സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വിശേഷത്തിലോട്ട് പോകാം. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ ലൈനിൽ ഇപ്പോൾ നമുക്കുള്ളത് സ്കോഡ കുഷാക്ക് ഉണ്ട്, അതേപോലെ കിയ സോണറ്റ് ഉണ്ട്, വീണ്ടും കിയ സോണറ്റ് ഉണ്ട്, അതേപോലെ സെൽട്ടോസ് ഇവിടെ കിടക്കുന്നുണ്ട്, കിയ കാരൻസ് ഉണ്ട്, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ 6,40,000 രൂപേൻ്റെ BMW ആണിത്. ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. അസിമാനൊക്കെ ഇവിടെ ഫുള്ള് ഓണാണ്. അസിമാൻ ഇവിടെ എന്താ പരിപാടി? ഡെലിവറിക്ക് ഫുള്ള് സെറ്റായില്ലേ? ആരൊക്കെ ഇവിടെ ഇല്ലേ? എല്ലാവരും ഉണ്ട്, ഫുൾ ടീമുണ്ട്, കസ്റ്റമറൊക്കെ റെഡിയാണ്, സെറ്റാണ്. അതേപോലെ ഈ ക്യാരവൻ്റെ ഒരു വീഡിയോ നമുക്ക് വരാണ്ട്. ഇതിനുള്ളിൽ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. കടന്നുറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ട്, ബാത്റൂം ഉണ്ട്, പിന്നെ ക്യാരവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2017 മോഡൽ ക്യാരവൻ ആട്ടോ. അതിൻ്റെ സിംഗിൾ വീഡിയോ അധികം വൈകാതെ ചെയ്യുക. അതേപോലെ ടൊയോട്ടൻ്റെ ഫോർച്യൂണറുകൾ കണ്ടങ്ങൾ 2021 മോഡൽ 22 രജിസ്ട്രേഷൻ ഉള്ളതും 2023 മോഡൽ 25,000 കിലോമീറ്റർ ഓടിയൊക്കെ വണ്ടികളാണ്. അതേപോലെ ഈ 25,000 കിലോമീറ്ററിൽ ഓടിയ വണ്ടിമേ ഏകദേശം 1.5 ലക്ഷം രൂപേൻ്റെ ഫിറ്റിങ്സൊക്കെ ഉണ്ട്. ഇത് വെൻറ്റിലേഷൻ സീറ്റൊക്കെ വരുന്ന ഓപ്ഷനാണ്. ഏകദേശം 48-49 ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് വന്നിരുന്ന വണ്ടിയാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മളേ ഡെലിവറി കൊടുക്കാൻ പോകുന്നത് ഇന്നോവ ഹൈക്രോസ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചു. ഈ രാത്രിയത്തെ സമയം അറിയാം നിങ്ങൾക്ക്, ഇതാണ് 10:30 മണിയായി, ഇപ്പോഴാണ് നമ്മൾ ഡെലിവറി. അപ്പോൾ പിന്നെ കൊടുക്കല്ലെന്നാ എല്ലാവരും ഇവിടെ സെറ്റാണ്. അന്ത അവിടെ ഉണ്ട്, അഫി ഇവിടെ ഉണ്ട്, ജുനൈദ് ഉണ്ട്, അനാനുണ്ട് അല്ലേ, പിന്നെ നമ്മൾ വാപ്പുട്ടി ഉണ്ട്. ഇവരെ എന്താ വാപ്പുട്ടി ഇവർ ഇരട്ടപ്പേരുണ്ട്, പക്ഷേ ഇരട്ടപ്പേര് വിളിച്ചാൽ പറ്റൂല. പക്ഷെ ഓന് ഇഷ്ടം ഓൻ്റെ ഇരട്ടപ്പേര് വിളിച്ചിട്ടാണല്ലേ അല്ലേ.
അതാ വിളിച്ചല്ലോ, പക്ഷേ വാപ്പുട്ടി തന്നെ ഞാൻ വിളിച്ചല്ലുള്ളൂ, ഞാൻ അവൻ്റെ ഒറ്റ പേര് വിളിച്ചില്ല. അപ്പോൾ നമ്മളേ അപ്പുറത്തുനിന്ന് പറഞ്ഞില്ലേ ഇവിടെ റീവോക്ക് ഉണ്ടെന്ന്, ആ റീവോക്കാണ് ഇത്. ഇതിൻ്റെ പ്രൈസ് പറഞ്ഞു കൊടുത്താൽ എന്താണ്? 2014 മോഡൽ HSC ഡൈനാമിക് ഒറിജിനൽ കേരള. അപ്പോൾ 53 രജിസ്ട്രേഷൻ. ഒരു പ്രൈസിലൊരു ഓഫർ ഇല്ലേ? 26 ലക്ഷം. ശരിക്കും 26 ലക്ഷം എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ആണ്. പക്ഷേ ഇവോക്കിനെ സംബന്ധിച്ച് 27 ലക്ഷം രൂപക്ക് ഡൈനാമിക് ഒറിജിനൽ കേരള വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഫാൻസി നമ്പർ അതൊരു ബെറ്റർ പ്രൈസാണ്. അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം, അപ്പോഴാണ് ഈ വില കൂടുതൽ തോന്നുന്നത്. അതേപോലെ നമ്മൾ അൾട്ടോണൂർ കൊടുത്തില്ലേ, അഡ്വാൻസ് ആയി. അതേപോലെ നമ്മളെ കിയൻ്റെ കാർണിവൽ ഉണ്ട്, ജീപ്പിൻ്റെ മെറീഡിയൻ ഉണ്ട്, പോർഷെ കൈനി ഉണ്ട്, അതേപോലെ ടൊയോട്ട അർബൻ ക്രൂയിസർ ഉണ്ട്, ഹൈ റൈഡറാണ്, ഒക്കെ പാടെ പേര് മാറുകയാണ്. അതായത് ഞാൻ വരെ കൂട്ടിപ്പിടിച്ച് ചെയ്തിട്ട് എന്താ ചില കിലോമീറ്ററുകളൊക്കെ വണ്ടീൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയാണ്. ഞാൻ ഇങ്ങനെ എല്ലാതും പാടെ മനസ്സിൽ വെക്കാത്തതുകൊണ്ട്. പക്ഷെ എത്ര വണ്ടി ഉണ്ടെങ്കിലും മൈൻഡിലുണ്ട് കേട്ടോ. അതേപോലെ ഫുള്ളൊന്ന് ക്യാമറ പൊന്നിച്ച് കാണിച്ചു കൊടുക്കുക. നമ്മളെ ടൊയോട്ടൻ്റെ നിരവിടെ ഉണ്ട്, ഇതാണ്ടോ ഇന്നോവൻ്റെ വരിയാണ് ഈ നിൽക്കുന്നത്. 1 2 3 4 5 6 7 8 9 10 11 ഇന്നോവ ഉണ്ട്. ഇനി ഇതിൻ്റെ ഒക്കെ പാടെ വില പറയാനൊരു സമയവും ഡീറ്റെയിൽസും ഇല്ല. ഇന്നോവക്ക് താല്പര്യമുള്ളവർക്കൊക്കെ വിളിക്കുക. അതേപോലെ ക്രിസ്റ്റ ഒരു വണ്ടി, അപ്പോൾ 2 വണ്ടി സ്റ്റോക്ക് ഉണ്ട്. ക്രിസ്റ്റ 2 വണ്ടി സ്റ്റോക്ക് ഉണ്ട്. അതേപോലെ ഫോർച്യൂണറുകൾ ഒരു ലൈൻ ഉണ്ട്, ഇതാണ്ടോ ഇതൊക്കെ ക്യാമറയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. അതേപോലെ മഹീന്ദ്രൻ്റെ താറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ 2021 മോഡൽ 4x4 മാനുവൽ. ഇപ്പം ഇന്നോവ നമുക്ക് എത്ര മുതൽ എത്ര വരെ വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്? 5 ലക്ഷം മുതൽ 12 ലക്ഷം വരെ ഇന്നോവകളുണ്ട്. അപ്പോൾ ഇന്നോവകൾക്ക് 5.5 ലക്ഷം മുതൽ അതായത് 12 ലക്ഷം രൂപ വരെ Z ഉണ്ട്, V ഉണ്ട്, G4 ഒക്കെ ഉണ്ട്. ക്രിസ്റ്റയും G4 കുറഞ്ഞതും ഉണ്ട്, പിന്നെ Z ഓട്ടോമാറ്റിക് കൂടിയതുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വിളിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയിക്കാം. അതേപോലെ ഫോർച്യൂണർ ന്യൂ ഷേപ്പ് നമ്മളവിടെ കാണിച്ചു, 2023 21 കാണിച്ചു. ഇതാണ്ടോ ഈ ലൈന് ഫുള്ള് ഫോർച്യൂണറാളാണ്. അതായത് ഇതിൽ ഫോർച്യൂണർ എത്ര മുതൽ എത്ര വരെ ഉണ്ട്? ഫോർച്യൂണർ നമുക്ക് 8.25 ലക്ഷം മുതൽ 20 ലക്ഷം വരെ 20 ലക്ഷം രൂപ വരെ. അതല്ല അത് കൂട്ടാതെ ഇതിൽ തന്നെ നമുക്ക് 15 ലക്ഷം വരെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 46 ലക്ഷം രൂപ വരെ ഫോർച്യൂണറുകളുണ്ട്. അതായത് ഓരോ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പോകുമ്പോൾ സംഭവം നേരം വെളുക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഓടിച്ച് പറയുന്നത് അല്ലേ. ഇതൊക്കെ ഫോർച്യൂണറുകളാട്ടോ. അതായത് വൈറ്റും ബ്ലാക്കും അതേപോലെ ഗോൾഡൻ കളറും. അതായത് ഇതാണ്ടോ നിങ്ങൾ ലെക്സസിൻ്റെ കിറ്റൊക്കെ കയറ്റിയ ഫോർച്യൂണറൊക്കെ ഉണ്ട്. ഇതാണ്ടോ ലെക്സസ് കിറ്റ് കയറ്റിയ ഫോർച്യൂണർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫുള്ള് ന്യൂ ഷേപ്പാണ്, ഇത് ഓൾഡ് ഷേപ്പാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് എത്ര എന്താണ്? 8.25 അല്ലേ? 10.25 കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് പിന്നെ ഇപ്പോൾ പുതിയ വന്നൊരു ഫോർച്യൂണറാണ്, ഇന്ന് സ്റ്റോക്കിൽ കയറിയതാണ്. അപ്പോൾ അത്തരം വണ്ടികളൊക്കെ ഉണ്ട്. ഇനി ടൊയോട്ടൻ്റെ അൾട്ടീസ് ഉണ്ട്. അൾട്ടീസേ ഈ പഴയ മോഡൽ അൾട്ടീസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ബെറ്റർ പ്രൈസിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആവും, ഫുൾ ഓപ്ഷൻ വണ്ടിയാവും, ടൊയോട്ടൻ്റെ അൾട്ടീസ് ആവും. അതായത് ഈ ഷേപ്പിൻ്റെ നേരെ മുന്നിലുള്ള വണ്ടി അല്ലേ. ഇത് ഇൻറ്റീരിയറൊക്കെ നല്ല രസമാട്ടോ ഓടിക്കാൻ. 2010 മോഡലുള്ളൂ, പക്ഷേ വൃത്തി. ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹെഡ്ലൈറ്റ് വാഷർ വരെ വരുന്ന വണ്ടിയാണ്. അതായത് ഇപ്പോഴും വർക്കിംഗാണ്. ഇതാണ്ടോ ഈ ഹെഡ്ലൈറ്റ് വാഷർ വരെ വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. അതായത് നല്ല വൃത്തിയിൽ ഈ ഹെഡ്ലൈറ്റ് ഒന്ന് വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഈ ഭാഗത്ത് ഓക്കെയാണ്. ഇതാണ്ടോ ഹെഡ്ലൈറ്റ് വാഷർ വരെ വർക്കിംഗ് ആണ്. നല്ല ഗോൾഡൻ കളറിലുള്ളൊരു വണ്ടി. ഇത് നമുക്കേ ഒരു ഫൈനലാക്കിയിട്ട് എത്ര രൂപ കൊടുക്കാം? 365 ഇനി 3.5 കൊടുക്കാം. 3,50,000 രൂപക്ക് അല്ലേ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഒരു കിഡിലും മൾട്ടീസ്, കേരള രജിസ്ട്രേഷനിലുള്ള വണ്ടി, നമ്പറായത് ഫുൾ ഓപ്ഷൻ. ഇപ്പോൾ കേരള രജിസ്ട്രേഷനിലാണ്. നിങ്ങൾക്ക് ടാക്സ് അടക്കുക ഇൻഷുറൻസ് ഒന്നും വേണ്ട. അതേപോലെ അലവിയിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സീറ്റൊക്കെ കാണിച്ചു കൊടുക്കും. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഒരു ചെറിയൊരു ഫാമിലിക്ക് അധികം ഓട്ടമില്ലാത്തവർക്ക് പ്രത്യേകം പറയണം, മൈലേജ് കുറവാണ്. ടൊയോട്ടൻ്റെ പ്രത്യേകത, അൾട്ടീസിൻ്റെ പ്രത്യേകത മൈലേജ് കുറവാണ്. പിന്നെ അതിൽ CNG ഒക്കെ കയറ്റി ഉപയോഗിക്കണമല്ലുണ്ട്. കൂടുതൽ ഓട്ടം ഇത് എടുക്കണ്ട. ചെറിയ ഓട്ടം ഒരു ഫാമിലിക്ക് ഒരു സ്റ്റാൻഡേർഡ് ലക്ഷറിയിൽ തന്നെ ഉപയോഗിക്കാം. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ എന്താണോ ആ ടൊയോട്ടൻ്റെ അന്ന് ഇതിൻ്റെ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വന്ന സാധനമാണ്. ഇതുണ്ടോ ഈ വുഡ് ഫിനിഷിങ്ങൊക്കെ വരുന്ന ഈ ഭാഗമൊക്കെ കണ്ട് ഒരു പ്രീമിയം ടച്ചാണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ. അതേപോലെ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ എയർ ബാഗ് ഉണ്ട്, വോളിയം കൺട്രോളുകളുണ്ട്. റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ് അല്ലേ. അതേപോലെ അതിൻ്റെ ന്യൂ ഷേപ്പ് അൾട്ടീസ് വേണ്ടവർക്ക് ഇത് 2-3 വണ്ടിയില്ലേ നമ്മളിത് 3 അൾട്ടീസ് ഉണ്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ
കേരള 2015 ആ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ആ 10,75,000 10,75. ഇനി ഇതേ ഒരു ഗോൾഡൻ കളർ ഉണ്ട്. ഇതിനാളെ മോഡൽ കൂടി 2016 വണ്ടി 8,75 കൊടുക്കാം. വില കൂടുതലെന്ന് പറയരുത്. ഇതിലാറ് ഒരു കൊല്ലം മോഡൽ കൂടിയത് 8,45, ഇത് 10 സംതിങ്. ഇനി വേറൊരു അതർ സ്റ്റേറ്റും ഉണ്ട്. NOC നമ്പർ ആയതാണ് 8,45. അപ്പോൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് തരും. ഈ ഒരു ലൈനൊക്കെ നമുക്ക് ഇന്നോവകളാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. ഇതാണ്ടോ ഇപ്പോൾ ഡെലിവറി പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. ലോ കിലോമീറ്റർ വണ്ടികൾ 4000 കിലോമീറ്റർ രാത്രി കൂളിംഗ് ഗ്ലാസ് കിലോമീറ്റർ വണ്ടി ഒക്കെ ഉണ്ട്. കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ രാത്രി കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ കണ്ടാണില്ല. ഓഫർ ഇട്ട BMW ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ 4000 കിലോമീറ്റർ അൽക്കസാർ, പിന്നെ 1000 കിലോമീറ്റർ കിയ സോണറ്റ്, 50,000 കിയ സെൽട്ടോസ്, 18,000 കിലോമീറ്റർ. അപ്പോൾ ലോ കിലോമീറ്റർ ഓടിയ വണ്ടി വേണമെന്നല്ലോർക്ക് ധൈര്യമായിട്ട് വിളിച്ചോളി. അപ്പോൾ 1000 കിലോമീറ്റർ ഓടിയോ 4000 കിലോമീറ്റർ ഓടിയോ 10,000 കിലോമീറ്റർ ഓടിയതും ഒക്കെ ഉണ്ട്. അതേപോലെ നമ്മൾ ടൊയോട്ടൻ്റെ ഹൈ റൈഡർ എത്ര കിലോമീറ്റർ ഓടിക്കണേ? 10,000 കിലോമീറ്റർ. ഹൈബ്രിഡ് വണ്ടി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെറിയ വണ്ടിയും കാണിച്ചു, വലിയ വണ്ടിയും കാണിച്ചു. ഇനി നമുക്ക് അവിടെ ലൈന് വേറെ കിടക്കുന്നുണ്ട്. ഡീസൽ ഹൈബ്രിഡ് ഒക്കെ ഉണ്ട്. എസ്ക്രോസ്. ഈ പിന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഒരു SUV കിടിലും വണ്ടി എടുക്കാൻ പറ്റിയ ഒരു സാധനമായിട്ടത്. മൈലേജ് ഇല്ല SUV. നല്ല അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. അതായത് റിനോൻ്റെ ക്യാപ്ചർ. ഇത് അതിൻ്റെ വില പറഞ്ഞു കൊടുത്താ 7,75,000. ഇതിൻ്റെ മോഡലും ഡീറ്റെയിൽസും 2020 മോഡൽ XL6. കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടി. അതുകൊണ്ടില്ല വിലപ്പാണ്ട് 8,65,000 കൊടുക്കാം. XL6 ആണ്. പിന്നെ ഇത് ഡീസലാ പെട്രോളാ? പെട്രോൾ ഹൈബ്രിഡ്. പെട്രോള് ഹൈബ്രിഡ് എഞ്ചിൻ വരുന്ന വണ്ടി. ഈ ലിസ്റ്റിൻ ചെയ്ത് കയറി ഫസ്റ്റ് ഓണർ. പിന്നെ ക്രിസ്റ്റകളെ 2018 Z ഓട്ടോമാറ്റിക് ഉണ്ട്. 2018 G4 മാനുവലും ഉണ്ട്. 16 G4 മാനുവലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ വില 16 G4 മാനുവൽ നമുക്ക് 13 ലക്ഷം റുപ്യക്ക് NOC. 18 G4 മാനുവൽ 13,90,000 NOC. പിന്നെ Z ഓട്ടോമാറ്റിക് ഉണ്ട്. അതിൻ്റെ വില നമുക്ക് വിളിച്ച് നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ കുറച്ച് രാജാക്കന്മാരാണ് ഈ ലൈനിൽ കിടക്കുന്നത്. ഇവിടെ കണ്ടങ്ങളൊരു മുതൽ ഇതിൻ്റെ ഒരു വീഡിയോ, സിംഗിൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. GLE AMG 43 കൂപ്പെ അല്ലേ? GLE 43 AMG കൂപ്പെ എങ്ങനെയും പറയാം. അത് സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. ആകെ 14,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഷോറൂമിൽ പോയപ്പോൾ വണ്ടിക്ക് എന്തായാലും ഒരു 1,40,00,000 കൊടുക്കണം അല്ലേ? റയർ വണ്ടിയാണ്, ഓറഞ്ച് എഡിഷൻ വണ്ടിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. ധൈര്യമായിട്ട് വന്ന് പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എടുക്കുന്ന ഫീലിൽ എടുക്കാൻ പറ്റും. അതായത് 1 കോടി 1.5 കോടിൻ്റെ വണ്ടിയൊക്കെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് വന്നോളി. അത് എടുക്കണമല്ലോ, ആരും ചില്ലറക്കാരാവില്ല. കാരണം അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലുള്ള വണ്ടിയാണ്. AMG ആണ്, പെട്രോളാണ്, V6 എഞ്ചിനാണ്, അതിൻ്റെ പെർഫോമൻസ് അങ്ങനെയാണ്. പിന്നെ അതേപോലെ നമ്മളെ ഈ ലംബോർഗിനിയൊക്കെ റോട്ടിൽ കൂടി പോകുമ്പോൾ പട്ടപട്ടയാറിന് പൊട്ടൂലേ, ആ പൊട്ടലൊക്കെ പൊട്ടിച്ച് പോകാൻ പറ്റിയ വണ്ടിയാണ്. അതായത് ആ ഒരു സ്പോർട്സ് തരത്തിൽ വരുന്ന വണ്ടിയാണ്. രസത്തിൽ പറഞ്ഞ കേട്ടോ, ആ ഒരു കാറ്റഗറിയിൽ ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണോ, GLEൻ്റെ ഈ AMG ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പൊട്ടിച്ചു പോകണമെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിച്ചും പോവാം. കംഫേർട്ടായിട്ട് നമ്മളെ നോർമൽ GLE ഉപയോഗിക്കണ പോലെ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യം മൈലേജൊക്കെ കിട്ടും. ഒരു 9 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടും. അതേപോലെ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എഴുതുണ്ടാവും മേബാക്കാണ്. പക്ഷേ ഇത് മേബാക്ക് അല്ല. ഒറിജിനൽ മേബാക്ക് ഇപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ പുതിയ എത്ര കോടി റുപ്യ കൊടുക്കണം? 3 കോടിൻ്റെ മേലെ കൊടുക്കണം ഇതേ ലുക്കിൽ വണ്ടി കിട്ടണമെങ്കിൽ. അപ്പോൾ ഒറിജിനൽ മേബാക്കിൻ്റെ സർവീസ് ചെയ്യണ പൈസ അല്ലേ? ഏകദേശം ഇപ്പോൾ നമ്മൾ ഇതിന് എത്ര പ്രൈസ് പറഞ്ഞേ? 15 ലക്ഷം റുപ്യ. 15 ലക്ഷം രൂപക്ക് ഫൈനൽ നിങ്ങൾക്ക് മെഴ്സിഡീസ് ബെൻസിൻ്റെ മേബാക്ക് അല്ലേ, നമുക്ക് നോൺ അറിയാൻ പറ്റില്ലല്ലോ, S ക്ലാസ് S320 ആണ്. അതായത് കംപ്ലീറ്റ് കിറ്റ് മേബാക്കിൻ്റെ ചെയ്തതാണ്. നമ്മളൊരു വേണ്ടപ്പെട്ട സുഹൃത്തിൻ്റെ വണ്ടിയാണ്. നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷം 1 വർഷമായില്ലേ? ഇപ്പോൾ 1.5 വർഷത്തോളം ആയോ? 1 വർഷം എന്തായാലും ആയി അല്ലേ? അപ്പോൾ അദ്ദേഹം അടിപൊളിയായിട്ട് ഉപയോഗിച്ചു. അദ്ദേഹത്തിന് നെക്സ്റ്റ് ഒരു അപ്ഡേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ? ഒരു നെട്ടിച്ചൊരു സംഭവം വരാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അദ്ദേഹം ഈ വണ്ടി എടുത്തതിന് ശേഷം ഇതിൻ്റെ കിറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇതൊരു നോർമൽ S ക്ലാസ് ആണ്. S ക്ലാസും മേബാക്കും വീതിയിലും വലുപ്പത്തിലൊന്നും വലിയ വ്യത്യാസമില്ല. അതായത് S ക്ലാസ് തന്നെ ഒരു ആഡംബരം അടിപൊളി ലക്ഷറിയാണ്. അതിൻ്റെ ഒരു അൾട്രാ ലക്ഷറിയാണ് മേബാക്ക് അല്ലേ? അപ്പോൾ മേബാക്കിൻ്റെ ഫുൾ കിറ്റ്, ഗ്രില്ല്, ലോഗോ, ബോണറ്റ്, ബമ്പർ, ഹെഡ്ലൈറ്റ്, അലൈവീൽ വരെ. ഈ അലൈവീലിന് എത്ര രൂപയെന്ന് പറഞ്ഞേ? 2 ലക്ഷം റുപ്യേൻ്റെ മുകളിൽ അലൈവീലും ടയറും കൂടെ 2.5 ലക്ഷം റുപ്യ. 2.5 ലക്ഷം രൂപയോളം അലൈവീലും ടയറും മാത്രം വന്നിട്ടുണ്ട്. കിറ്റും പെയിന്റിങ്ങും മാത്രം 7 ലക്ഷം രൂപയോളം. 7,50,000 റുപ്യ അത് വന്ന്. സ്റ്റീരിയോ സ്ക്രീന് മൊത്തം ഡിസ്പ്ലേ ന്യൂ മോഡലാക്കി. ഏകദേശം മെക്കാനിക്കൽ ഭാഗം അടക്കം 10-12 ലക്ഷം റുപ്യ ആൾക്ക് ചിലവാണ്. പിന്നെ വണ്ടിൻ്റെ പ്രൈസും ഉണ്ട്.
അപ്പോൾ ഇതിപ്പോൾ എടുക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും ബെറ്ററാണ്. ഇതിൻ്റെ പിന്നാലെ അടക്കും വേണ്ട, നേരെ വരിക. ഇത് ഷേപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ. വണ്ടി കണ്ടാൽ അറിയില്ല മേബാക്കാണോ ഇത് അത്രയും വൃത്തിയില്ല. അത്രയും അറിയുന്നവർക്കുള്ളൂ, നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇവിടെയൊക്കെ മേബാക്കിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്, V12 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ആ മേബാക്കിൽ തന്നെ വരുന്ന അലൈവിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഡ്യുവൽ കളറൊക്കെ ചെയ്തിട്ടേ പെട്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ബാക്കിലും മേബാക്ക് എന്നുള്ള ബാഡ്ജിങ്, അതേപോലെ മേബാക്കിൻ്റെ ലോഗോ. പിന്നെ ഇത് ഓൾറെഡി കേരള രജിസ്ട്രേഷനിലാണ്. ഇതിൻ്റെ ഡോക്യുമെൻ്റ് ഇനി ഏകദേശം ഒരു 4 വർഷത്തോളം 2027 വരെ ടാക്സും റിന്യൂവലും ഉണ്ട്. ഇൻഷുറൻസും പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയറാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറത്തെ ഡിസ്പ്ലേ ഒക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 15 ലക്ഷം രൂപക്കാണ് ഈ വണ്ടി നമ്മൾ കൊടുക്കുന്നത്. ഇത് 2007 മോഡലാണ്, S ക്ലാസ് ആണ്. ഇതിന് വാറണ്ടി ഗ്യാരണ്ടി ഒന്നും ആരും ചോദിക്കരുത്. അതായത് ഒരു പ്രീമിയം വണ്ടി മോഡൽ പറഞ്ഞതിനും വാറണ്ടി ഗ്യാരണ്ടി നമുക്ക് തരാൻ കഴിയൂല. മോഡൽ കൂടിയ വണ്ടികൾക്ക് തന്നെ നമുക്ക് 3 ദിവസമൊക്കെ നമുക്ക് ചെക്കിങ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, കിലോമീറ്റർ അതിനൊക്കെ നമ്മൾ 100% ഗ്യാരണ്ടി. ഇത് BMW 5 സീരീസ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. 2019 മോഡൽ 20 രജിസ്ട്രേഷനിലെ ഒറിജിനൽ കേരള ഫസ്റ്റ് ഓണർ, 53,000 കിലോമീറ്റർ, 11 രജിസ്ട്രേഷൻ വണ്ടി. ആരെങ്കിലും ഒരു മോഡൽ കൂടിയ BMW 5 സീരീസ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് വന്നെടുക്കാൻ പറ്റിയ ഒരു ക്ലീൻ ആൻഡ് നീറ്റിലുള്ള വണ്ടിയാണ്. അതായത് കിലോമീറ്റർ എത്ര ഓടിക്കണ പറഞ്ഞേ? 53,000 കിലോമീറ്റർ. ഇതിന്റെ പ്രൈസ് പറഞ്ഞു കൊടുത്താൽ 52 ലക്ഷം രൂപ കൊടുക്കും. 52 ലക്ഷം റുപ്യ. ഇനി ഒറ്റയടിക്ക് BMW 5 സീരീസിൽ 52 ലക്ഷം ചോദിക്കണ്ട. BMW 5 സീരീസ് 9 ലക്ഷത്തിന് നമ്മൾ എത്തുന്നുണ്ട്. അതും ഞാൻ ഈ വീഡിയോ കാണിച്ചു തന്നു. അപ്പം നെഗറ്റീവ് പറയുന്നവർക്ക് അങ്ങനെ ഉണ്ട്. അപ്പം നെഗറ്റീവ് പറയുന്നല്ലേ ഇത് എന്താ കഥ എന്നും പാടെ അറിയില്ല, അങ്ങോട്ട് പറയുന്നത് അതൊന്നല്ല വിറ്റ്. വേറെ ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ ഡെലിവറി കൊടുത്തപ്പോഴേ ആ വണ്ടി ചായ കൊടുക്കുന്ന വീഡിയോ മാത്രമേ നമ്മൾ റീലിൽ കാണിച്ചിട്ടുള്ളൂ. അതിൻ്റെ അടിയിലുള്ള കമൻറ്റ് എന്താണോ, പിന്നെ ഈ വണ്ടി വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ കുറച്ച് കിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കൊടുത്ത വില അറിയും, അല്ലെങ്കിൽ ഇതിൻ്റെ വില അറിയും, ഒന്നും അറിയില്ല, വെറുതെ കമൻറ്റ് ഇട്ട്. അതിനൊരു 5-8 ലൈക്കുണ്ട്. അതിൻ്റെ അടിയിൽ നമ്മളെ അറിയുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരനെ അതിൻ്റെ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പിന്നെ നെഗറ്റീവ് പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. എന്താ ഏതാ കഥ, ചിലപ്പോൾ ഒന്നും അതിൻ്റെ ഡീറ്റെയിൽസും പാടെ അറിയാത്ത ആൾക്കാരെക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കുറേ ആൾക്കാരുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മെട്രിക്സ്, Audi A6ൻ്റെ മെട്രിക്സ് ഉണ്ട്, Audi A4 ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 90,000 കിലോമീറ്റർ ഓടി, 80,000 കിലോമീറ്ററിൽ ഇപ്പോൾ ഷോറൂം സർവീസ്, ഏകദേശം മേജർ സർവീസ് തന്നെ 4,90,000 സർവീസ് ഇപ്പോൾ ചെയ്ത് ഷോറൂമിൽ ചെയ്ത് ഇറങ്ങിയ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെട്രിക്സ് ഒറിജിനൽ കേരള വണ്ടിക്കൊക്കെ ഏകദേശം 2015 ഈ ഒരു മോഡൽ വണ്ടിക്ക് 25-26 ലക്ഷം രൂപ റീസെയിൽ മാർക്കറ്റിലെ വണ്ടിയാണ്. ഈ വണ്ടിൻ്റെ പ്രൈസ് 21 ലക്ഷം രൂപയാണ്. അതിൻ്റെ കാരണം ഇത് 4ാമത്തെ വർഷമാണ്. എടുത്ത് ഇങ്ങനെ 4-5 കൊല്ലം ഉപയോഗിക്കേണ്ട ആൾക്കാർക്കാണെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട. വണ്ടി 100% ക്വാളിറ്റിയിലെ വണ്ടിയാണ്. ഇതിപ്പോൾ ആണെങ്കിൽ ഇതിൻ്റെ ഓണർഷിപ്പൊക്കെ എനിക്ക് മുണങ്ങാം, വീഡിയോ നമ്മളെടുക്കണം അല്ലേ. പക്ഷേ നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോയിലും വരല്, നേരിട്ടും വരല്, നേരിട്ട് വന്നാലും. അതായത് ഒരു കാറ്റഗറി വണ്ടി മാത്രം നമ്മൾ ചെയ്യണില്ല അല്ലേ. അപ്പോൾ ചില ആളുകൾ പറയും നമ്മൾ വലിയ ആൾക്കാരെ മാത്രമേ നോക്കണുള്ളൂ, അങ്ങനെ നിങ്ങൾ പറയരുത്. അതേപോലെ നമ്മൾ വിൻറ്റേജ് ഇനത്തിലുള്ള വണ്ടികളുണ്ട്, ഫോർച്യൂണർ, അതർ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, ഒറിജിനൽ കേരള വണ്ടി ഉണ്ട്, ലോ കിലോമീറ്റർ ചെയ്യുന്നുണ്ട്. എല്ലാ കാറ്റഗറിയിലും എല്ലാവർക്കും പറ്റുന്ന മോഡൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വണ്ടിൻ്റെ ഡെലിവറി സെക്ഷനിലോട്ട് പോവാം. അതിനുശേഷം കുറച്ച് കാര്യങ്ങളും പാടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ വണ്ടി ഡെലിവറിക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെലിവറി കൊടുക്കാം. ഉസ്മാൻക്കാ, നമുക്ക് ആ ചടങ്ങിക്ക് കടന്നാലോ അല്ലേ. അപ്പോൾ ഒരുപാട് സന്തോഷം. വൈകിയ വേളയിൽ അല്ലേ, എപ്പോൾ എത്തിയിരുന്നു ശരിക്കും ഇവിടെ? ഞാൻ ഇന്നലെ ആക്ച്വലി ഒരു മീറ്റിംഗിന് കോഴിക്കോട് എത്തിയതാ. അപ്പൊ ഇന്ന് ഞാൻ വീട്ടിൽ ചുമ്മാ ഇരുന്ന് ഫ്രീ ടൈമിൽ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഹംദാനെ വിളിക്കണേ. ജസ്റ്റ് അപ്പം പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെ 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 അങ്ങനെ വന്നു. അതേപോലെ തന്നെ ഉദ്ദേശം ആർക്കും അറിയത്തില്ല. ഇല്ല. അതേപോലെ ഒരു 60% അല്ലെങ്കിൽ ഒരു 40% കസ്റ്റമറുകൾ അങ്ങനെ സംഭവിക്കലുണ്ട്. ഒരു ചിലപ്പോൾ ഇന്നോവയ്ക്കേക്കാരം വന്നിക്കുക, എടുത്തു പോണ വണ്ടി വേറെക്കാരം. അതായത് പല ചോയ്സും ഉണ്ടായതുകൊണ്ട് ചില ടൈമിൽ നമുക്ക് സ്റ്റോക്ക് നല്ല കമ്മി ഉണ്ടാവലുണ്ട്. ചില കസ്റ്റമർ ഇത്രയും വണ്ടി പ്രതീക്ഷിച്ച് വരുമ്പോൾ ചിലപ്പോൾ 10-30 വണ്ടി ഉണ്ടാകുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. വണ്ടി എടുക്കാനുള്ള ഉദ്ദേശം പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ നമുക്ക് അട്രാക്ഷനായി. അതെ അതെ. അപ്പോൾ ഇന്നോവ ഹൈക്രോസ് ഹൈബ്രിഡാണ് എടുത്തിട്ടുള്ളത് അല്ലേ. ഏറ്റവും ന്യൂ മോഡൽ 2023 മോഡൽ ഹൈബ്രിഡ്. ഇപ്പോൾ കമ്പനി പോയ നല്ല ബുക്കിങ്ങുമാണ്. അപ്പോൾ ഉസ്മാൻക്കാണ് ഈ വണ്ടി ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. നമ്മൾ എവിടെ ഏകീകരണ വെച്ചാൽ അവിടെ എത്തണമല്ലോ അല്ലേ. തീർച്ചയായിട്ടും ഹംദാനാണ് ഇത് ചായ കൊടുക്കുന്നത്. കാരണം ഉസ്മാൻ ഖാൻ്റെ അത്രയും ഡീൽ ചെയ്യുന്നത് ഹംദാനാണ്. അപ്പോൾ ഹംദാൻ ചായ കൊടുക്കുക. ആ ക്യാമറ ഒന്ന് തിരിച്ചു കാണിച്ചു കൊടുക്കുക.
അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. മൊത്തം റൊട്ടേറ്റ് ഇനി ഏകദേശം ഉസ്മാൻക്ക് എന്നും വരുമ്പോൾ പറയും, കഴിഞ്ഞ ഡെലിവറിക്കും പറഞ്ഞേന് അന്താ കിടപ്പായിരുന്നു. മിസ്സിംഗ് ആണ്. 5 പേരെ ഒരുമിച്ച് കിട്ടി. അപ്പോൾ ഞങ്ങൾ 5 ആൾ ഒരുമിച്ചാണ് ഉസ്മാൻക്കാക്ക് ചായ കൊടുക്കുന്നത്. കൊണ്ടുപോവാ. അതായത് ഉസ്മാൻ ഖാൻ്റെ വീട് കൊല്ലത്താട്ടോ. മുന്നത്തെ ഡെലിവറി വീഡിയോയിൽ ഉസ്മാൻ ഖാൻ ഉണ്ടായിരുന്നു, അത് പരിചയപ്പെടുത്തിയതാ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഉസ്മാൻ ഖാൻ കൊല്ലത്താണ് ഉസ്മാൻ ഖാൻ്റെ വീട് അല്ലേ. പരിചയപ്പെട്ടവർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ അല്ലേ. തീർച്ചയായിട്ടും അതൊരു ചരിത്രം ചരിത്രം തന്നെയാണ്. അതായത് ഉസ്മാൻ ഖാൻ ഒരു കച്ചവടക്കാരനായി അല്ലേ. ഏകദേശം എത്ര വണ്ടി പർച്ചേസ് ചെയ്തു അന്ന്? 5 വണ്ടി വാങ്ങി ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത്. അപ്പോൾ അത് കുറേ ഒരു 8 മാസമായിട്ട് നമുക്ക് ഒന്നും ആവാതെ കിടന്നപ്പോഴാണ് ഞാൻ നമ്മളെ കോണ്ടാക്ട് സംസാരിച്ച് നിങ്ങൾ അന്ന് പറഞ്ഞതാ ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ ഞാനിവിടെ ഉണ്ട് അതെ അങ്ങനെ ആ 5 വണ്ടിയും സെയിലായി. ഉസ്മാൻ ഖാക്ക് ഒരു മോശമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് കൈനഷ്ടമൊന്നും വന്നില്ല. അപ്പോൾ ഉസ്മാൻ ഖാനെ അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അല്ലേ. അതിനുശേഷം രണ്ടാമത്തെ വണ്ടിയാണ് ഇപ്പോൾ അങ്ങോട്ട് വാങ്ങിക്കണത്. ഇനി ഒരുപാട് വണ്ടികൾ വാങ്ങിക്കാനും ആഗ്രഹങ്ങൾ സഫലമാകാനൊക്കെ നമ്മൾ പ്രാർത്ഥനയിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നമ്മളെ പ്രേക്ഷകരുടെ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. ഒരുപാട് പ്രേക്ഷകർ നമുക്കുണ്ട്, നമ്മളെ കയ്യിൽ നിന്ന് വാഹനം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട്. നമുക്കിപ്പം ഈ ഇന്നോവയെക്കാട്ടി വിശ്വാസം നിങ്ങളെയാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അതെ തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരുടെ ആഗ്രഹങ്ങളും സഫലമാകട്ടെ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അംദാൻ ഒരു ഓടി ഡെലിവറി കൊടുത്തു A4. അപ്പോൾ ആ കസ്റ്റമർ ഇല്ലേ എത്ര വർഷം മുന്നേ നമ്മളെ കമൻറ്റ് ഇട്ടിരുന്നേ, ഞാൻ വണ്ടി എടുക്കുകയാണെങ്കിൽ സഫാരിയിൽ എടുക്കുള്ളൂ. അതെ തീർച്ചയായിട്ടും. അപ്പോൾ അത് നമുക്കും വലിയൊരു ഉത്തരവാദിത്തമാണ്. നമ്മൾ അത്രത്തോളം നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒരുപാട്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കും ഉത്തരവാദിത്തം കൂടുതലാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ, ഈ ഡെലിവറിയോട് കൂടി. അപ്പോൾ ഉസ്മാൻ ഖാക്ക് ചായ കൈമാറി അല്ലേ. നമ്മളെ ജ്യേഷ്ഠ തുല്യമാണ്. അപ്പോൾ ഏട്ടൻ കൊടുക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം രാത്രിയാണ്, ക്ലാരിറ്റി കമ്മി ഉണ്ടാവും നമ്മളെല്ലാ വീഡിയോയും പോലെയല്ല. അതേപോലെ നേരത്തെ 2 നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞു. അതിലേറെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട്, നമ്മുടെ വ്യൂവേഴ്സിലുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഓരോ വീഡിയോ കാണുമ്പോഴും അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അധികം വൈകാതെ കാണാം. ഈ വീഡിയോൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇത്തരം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾ പറയണം, നമ്മൾ വീണ്ടും ഉൾപ്പെടുത്തും. അതേപോലെ ഒരു ഏകദേശം ഒരു 3 ദിവസം കൂടുമ്പോഴേലും ഒരു വലിയ വീഡിയോ ആയിട്ട് വരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പല രീതിയിലുള്ള വീഡിയോസും ഇനി വരും. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്